ക്ലിയർ ആണ് സാർ, ക്ലിയർ ആണ്. പിന്നെ കോപ്പ് സ്വർണത്തിന് കൊടുക്കത്തെ വില കിടക്കുമ്പോൾ ആ പൂ അത് ഇട്ടോണ്ട് തന്നെ ഉണ്ടാക്കണ മാർക്കറ്റിലേക്ക് ആ പെണ്ണുമ്പിളക്ക് അടിച്ചുകൊണ്ടോ എന്റെ ഭാഗ്യം. അല്ലാതെന്താ? സുഗുണൻ സാറല്ലേ? അതെ. ഹൈ, കൂടെ പറൂരുണ്ടോ? അതവിടെ നിന്നോളൂ. അവള് സാറിന്റെ സാധനം ഒന്നും കേടാക്കില്ല. ദേ, പച്ചയ്ക്ക് തന്നെ വേണോന്ന് പറയരുത്, എനിക്ക് പറ്റില്ല. വേഗം ആയിക്കോട്ടെ സാറേ, എനിക്ക് 1 മണിക്കൂറിനകം പോണം. തുടങ്ങാം. അതെ, കുളിക്കണോ? ചെയ്ത് ശീലാത്ത കാര്യം ചെയ്യണ്ട. വേറെ നല്ല ടൂറിസ്റ്റ് ഹോം ഒന്നും കിട്ടിയില്ലേ? ഫ്ലഷ് വർക്ക് ചെയ്യുന്നില്ല. ഷെറാട്ടൻ ഉണ്ട് ഹോട്ടൽ. ദുബായ് വരെ ഒന്ന് പോണം. 1 മണിക്കൂറത്തേക്ക് ഞാൻ അലാറം വെച്ചിട്ടുണ്ട്. അത്രയും സമയം വേണോ? ഒരു 15 മിനിറ്റ് മതിയായിരിക്കും അല്ലേ? അത് നീയാണ് തീരുമാനിക്കണേ. ഓ, സാർ 1 മണിക്കൂർ തന്നെ എടുത്തോ. അപ്പൊ ഈ ഞരമ്പോ അത് അവിടെ എങ്ങാനും ഇരുന്ന് കളിച്ചോളും. ആ കൊച്ചവിടെ നിൽക്കുമ്പോ എന്നെ കൊണ്ടൊന്നും മറ്റൊരൊന്നും പറ്റില്ല. ഡി വാ, മോളകത്ത് പോയിരുന്ന് പഠിച്ചോ. എന്നാ തുടങ്ങാം. നീ ഇത് വന്നപ്പോ തൊട്ട് തുടങ്ങാന്ന് ഇതെന്താ വല്ല കുഴിപ്പന്ത് കളിയാ? ഒന്ന് പതുക്കെ വായിക്കടി. ഇനി എന്താ? നിനക്ക് വേറെ ജോലിയൊന്നും കിട്ടിയില്ലേ? ഒരുമാതിരി വർത്താനം പറയരുത്. വിളിച്ചെന്തിനാന്ന് വെച്ചാ അത് കഴിഞ്ഞ് എന്നെ വിട്. എന്താ വേണ്ടേ? എനിക്ക് ഒന്നും തോന്നണല്ലേ. എനിക്ക് നേരത്തെ തോന്നിയതാ. 3-4 നല്ല ക്ലിപ്പിംഗ് ഉണ്ട്. ആ 3-മത്തത് എന്റെയാ, വെറൈറ്റിയാ, യൂട്യൂബിലൊക്കെ ഉണ്ട്. ഇങ്ങനൊന്നും ആയാ എനിക്കൊന്നും തോന്നൂല. കുറച്ചും കൂടി ഒരു അടുപ്പക്കായ. എന്റെ കരുമാടിക്കുട്ട ചക്കരെ, ഞാൻ നിന്നെ കടിച്ചങ്ങ് തിന്നോട്ടടാ. എന്റെ മറ്റവനോട് പോയി പറഞ്ഞാൽ മതി. പിന്നെ എങ്ങനെയാ? ആ ചേട്ടാ, ഞാൻ റൂമിലാ. ആ പോലീസുകാരൻ തന്നെ, ലാത്തിയൊക്കെ ഉണ്ട്, വെറുതെ തൂക്കിയിട്ടിരിക്കുക. അവള് പഠിക്കുക. അവളെ കൂടെ കൊണ്ടുപോയിരുന്നെങ്കിൽ എനിക്ക് ഈ മെനക്കേടുണ്ടാവുമായിരുന്നോ? അതെ, ദേഹം നല്ല വേദനയാ. വാങ്ങിച്ചോണ്ട് വരണേ. ഇതൊരു 1/2 മണിക്കൂറിനുള്ളിൽ കഴിയും. 1/2 മണിക്കൂർ മതിയാവൂല്ലോ അല്ലേ? ആരാ വിളിച്ചേ? എന്റെ ഹസ്ബൻഡാ. അയാൾക്കറിയോ പരിപാടി? അറിയാതെ? പുള്ളി എന്തെല്ലാം ബിസിനസ് ചെയ്തതാ, എല്ലാം നഷ്ടത്തിലായി. അവസാനം ഞങ്ങൾ ഒരുമിച്ച് ഇതങ്ങ് തുടങ്ങി. അതിനുശേഷം ഇത്രയും പച്ച പിടിച്ചത്. അയ്യോ, സമയം പോവാ. പുള്ളി സിനിമയ്ക്ക് റിസർവേഷൻ ചെയ്തിരിക്കുക. നീ ഇങ്ങോട്ട് കയറി വന്നപ്പോ എന്റെ ഗായത്രി എന്ന് എനിക്ക് തോന്നിയത്. അവളെ പോലൊരു പെണ്ണിന്റെ കൂടെ ജീവിക്കാൻ ഭാഗ്യമില്ലാണ്ടായിപ്പോയി. മറ്റേ ജീവിച്ചാ മതിന്ന് ദൈവം തീരുമാനിച്ചു കാണും. പൂമോള്, നീ ആരെങ്കിലും പ്രേമിച്ചിട്ടുണ്ടോ? പഠിക്കുന്ന സമയത്ത് എനിക്കൊരാളെ ഇഷ്ടമായിരുന്നു. വേറെ സ്കൂളിലാ, ട്യൂഷൻ ഞങ്ങൾ ഒരുമിച്ചായിരുന്നു. ഒരു വിഷുവിന്റെ അന്ന് എന്നോട് പറഞ്ഞു എന്നെ ഇഷ്ടമാണെന്ന്. എനിക്കവന് നേരത്തെ ഇഷ്ടമായിരുന്നു. വിഷുവിന് ഞങ്ങളുടെ അമ്പലത്തിൽ ഉത്സവാ. അന്ന് നാടകം കാണാൻ അവൻ എൻ്റെ അടുത്താ ഇരുന്നത്.
അടുത്തിരുന്ന് ആരും കാണാതെ എന്റെ കയ്യിലൊരു ഉമ്മ വെച്ചു. എന്നിട്ട് പിന്നെ കാണുമ്പോഴൊക്കെ അടുത്താരും ഇല്ലെങ്കിൽ അങ്ങനെയൊക്കെ ചെയ്യും. എങ്ങനെയൊക്കെ? ഓ വേണ്ട. പറ. കെട്ടിപ്പിടിക്കും, ഉമ്മ വയ്ക്കും, പിന്നെ പിന്നെ എന്നെ കെട്ടിപ്പിടിച്ച് എന്റെ ചുണ്ട് കടിച്ചു ആ കൈ മേലോട്ട് വന്നിട്ട് മതി, കൈ മേലോട്ട് തന്നെ നിൽക്കട്ടെ. മതി, ഇന്നത്തേക്കുള്ളതായി. ആണെന്താണെന്ന് ഞാൻ ആദ്യമായിട്ട് അറിഞ്ഞത് അവനീന്നാ. ആ പിന്നെ അതൊട്ട് അറിഞ്ഞിട്ടുമില്ല. ഹോ, സിനിമ മിസ്സായില്ല. ദാ, ഇത് മതിയെന്നേ, അതിനും വേണ്ടിയുള്ള പണിയൊന്നും ഇല്ലായിരുന്നല്ലോ. ഇതിനായിരുന്നേ സാറ് ഫോണിൽ വിളിച്ചാൽ മതിയായിരുന്നല്ലോ. ഫോണിൽ ഇതിനേക്കാ സൂയിക്കും. മോളെ മോളെ, അങ്കിളിനോട് ടാറ്റ പറ. ശരി സാറേ. ചത്തുപോയി കളിക്ക് എന്തിനാ കൂട്? ദാ, പണിയായത് എടുക്കാൻ മറക്കണ്ട. ഒന്ന് പോ സാറേ. വാ മോളെ. ഓവർ ഓവർ. ആ ആ, നിന്റെ ലോറി എന്താ ചച്ചാ? ഇവിടെ ഇരുന്നു. അച്ചച്ചാ, അമ്മ അച്ഛനും എപ്പോ വരും? ഇപ്പൊ വരും. മോളെ എന്തായി? റിസൾട്ട് കിട്ടിയോ? ഡോക്ടർ എന്ത് പറഞ്ഞു? ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ മോളെ, അവന് പ്രശ്നമൊന്നും ഉണ്ടാവില്ല എന്ന്. നിങ്ങൾ വേഗം വാ. ദൈവമേ, നീ ഞങ്ങളുടെ മോനെ മോനെ. മക്കളെ, കുട്ട, നിനക്ക് എന്ത് വേണം? ഐസ്ക്രീം വേണോ? അച്ഛൻ വാങ്ങിച്ചു തരില്ലല്ലോ. തരും, വാങ്ങിച്ചു തരും. അച്ഛൻ വാങ്ങിച്ചു തരും. അതെ, ഞങ്ങളെ ഈ റൂം നമ്പർ 6 ഒരു ഐസ്ക്രീം വേണം. സ്ട്രോബെറി. ഈ പറഞ്ഞത് കേട്ടോ. അച്ഛാ, നമ്മുടെ വീട്ടിലേക്കല്ലേ പോണത്? അച്ഛൻ എന്താ ഒന്നും പറയാത്തെ? ഞാൻ അച്ഛനെ തോപ്പിച്ചു തോന്നുന്നുണ്ടോ? മാതാപിതാക്കളെ മക്കൾ തോൽപ്പിക്കുന്ന ചില ഘട്ടങ്ങളുണ്ടാവും ജീവിതത്തിൽ. നല്ലതിനു വേണ്ടിയാണെങ്കിൽ ഞാനിപ്പോൾ അങ്ങനെയൊരു തോൽവി സമ്മതിക്കുന്നു. സോറി സാജൻ, കുറച്ച് നേരത്തേക്കെങ്കിലും ഞാൻ തന്നെ ഉപയോഗിക്കുകയായിരുന്നു. ഐ എം സോറി. ഇത്ര പെട്ടെന്ന് കഴിഞ്ഞ ഭയങ്കര സ്പീഡാണല്ലേ.
രേഷ്മ, ഇറ്റ്സ് ഓക്കെ. ആ അച്ഛാ, ഞാനിന്ന് വരുന്നുണ്ട്. പ്രാക്ടിക്കൽ നടന്നില്ല. ഇനി എന്നാണെന്നറിയില്ല അച്ഛാ. ആ, ഞാനിപ്പോൾ തന്നെ ഇറങ്ങാം. ഓക്കെ, ശരി അച്ഛാ. യാത്ര സാധനമാണ് തോന്നുന്നു. ഇതെന്തിങ്ങനെ അനാഥപ്രേതങ്ങളെ പോലെ കിടക്കുന്നു ഇവിടെ. ഏതോ പാവങ്ങളുടെയാണെന്ന് തോന്നുന്നു. പ്രേമേട്ടന് ഇതെന്ത്? പ്രേമേട്ടന് പ്രണയലേഖനോ? ഏട്ടൻ എന്നോട് ക്ഷമിക്കണം. ഞാൻ കാരണമാണ് നമ്മുടെ കുഞ്ഞിന് ഇങ്ങനൊരു അപകടം സംഭവിച്ചത്. ഏട്ടനൊഴികെ എല്ലാവരും എന്നെ കുറ്റപ്പെടുത്തുന്നു. അത് സഹിക്കാം. പക്ഷെ നമ്മുടെ കുഞ്ഞ് ഡോക്ടേഴ്സ് ഒരു ഉറപ്പും പറയുന്നില്ല. ചേട്ടൻ അയച്ചു തന്ന പണം ഓപ്പറേഷൻ തികയുമെന്ന് എനിക്കറിയില്ല. എന്തായാലും ഇന്നാണ് ഓപ്പറേഷൻ പറഞ്ഞിരിക്കുന്നത്. ഒരു കാര്യം ഞാൻ ഉറപ്പിച്ചു, നമ്മുടെ മകൻ എന്തെങ്കിലും സംഭവിച്ചാൽ ഞാൻ ജീവനോടുണ്ടാവില്ല.
സതീഷനാണോ? ഡാ, നിന്റെ കാശ് വല്ല ഇരിപ്പുണ്ടോ? കുറച്ച് അത്യാവശ്യത്തിനാ. ശരിക്കും നോക്കമ്മേ. ഒരുപാട് കാശിലുണ്ടേ വെച്ചിരിക്കണേ. ഇത് എവിടെ പോയി? ഇപ്പൊ തരേ. അല്ല, ഇതെന്താ എണ്ണി നോക്കുന്നില്ലേ? കാലം കുറെ ആയി ചേച്ചി ഞാൻ ഈ ജോലി ചെയ്യാൻ തുടങ്ങിയിട്ട്. നല്ല തറവാട്ടിൽ പറഞ്ഞ മഹിളാരത്നങ്ങളുടെ മുഖം കണ്ടാൽ തിരിച്ചറിയാനുള്ള കഴിവൊക്കെ എനിക്ക് കിട്ടോ. പിന്നെ ഇതിനെ ഞാൻ സംശയിക്കണേ. അപ്പോഴേ കാര്യങ്ങളൊക്കെ എങ്ങനെയാ? ഇതൊരു പാക്കേജ് സ്കീമാ. അങ്ങനെ എല്ലാവർക്കും ഒന്നുമില്ല. ഇത് ആശാൻ വിളിച്ചു പറഞ്ഞുകൊണ്ട് മാത്രം. അങ്കിളെ, ഈ പാക്കേജ് എന്ന് പറഞ്ഞ എന്താ? എന്ന് പറഞ്ഞാൽ എനിക്ക് ഇപ്പൊ തന്നത് ഓഡീഷൻ, സെലക്ഷനായി എലിമിനേഷൻ സ്റ്റേജിൽ എത്തുമ്പോൾ വീണ്ടും അടുത്ത പേയ്മെന്റ്. കൊള്ളാലോ ഇത്. അപ്പൊ ഇത് ഏത് സ്റ്റേജ് വരെ പോകും? ഫൈനൽ വരെ. എന്തിനാ ഫൈനൽ ആക്കണേ? ഫുൾ പാക്കേജ് സ്കീമാണെങ്കിൽ 1ാം സമ്മാനം ഉറപ്പല്ലേ? അപ്പൊ SMS അത് വേറൊരു പാക്കേജാ. നമ്മുടെ SMS കൂട്ടാനും എതിരാളിയുടെ SMS കുറയ്ക്കാനും കമ്പനിയിൽ നമ്മുടെ ആളുണ്ട്. കൊതിയാവുന്നു. ഈ റിയാലിറ്റി ഷോ ഒക്കെ അങ്ങ് നേരത്തെ തുടങ്ങേണ്ടതായിരുന്നു. അതിലും മാഡം പേടിക്കണ്ട. മാഡത്തെ പോലുള്ളവർക്ക് വേണ്ടി മാത്രം ഒരു ഷോ ചാനൽ പ്ലാൻ ചെയ്യുന്നുണ്ട്. അപ്പൊ വന്ന സ്ഥിതിക്ക് മോളുടെ പാട്ടും കൂടി ഒന്ന് കേട്ടിട്ട് പോവാം. അത്യാവശ്യമൊക്കെ പാടുമല്ലോ അല്ലേ? പാടുവന്നോ? എന്റെ ശിക്ഷയല്ലേ? പാടിക്കൊടുക്ക, അങ്ങോട്ട് കേക്കട്ടെ. ചം ചം ചമക്ക് ചമ ചം 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 ചമക്ക് ചമ ചം ചം. നീ പാടാതെ പാടുന്ന പാട്ടിൽ കുഴപ്പമില്ല.